പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. താഴ്ചകളാൽ നമ്മെ വീണ്ടോനാം മശിഹായെ വാഴ്ത്തി നമിക്കാം. പുലർകാലെ താഴ്ചകളാൽ നമ്മെ വീണ്ടോനാം മശിഹായെ വാഴ്ത്തി നമിക്കാം. പുലർകാലെ താഴ്ചകളാൽ നമ്മെ വീണ്ടോനാം മശിഹായെ വാഴ്ത്തി നമിക്കാം. പുലർകാലെ നാദാ സ്തുതിയും മാനം താതന്നും മഹിമാവന്ദനകൾ ശുദ്ധ മാവിനും ഉണ്ടാകൾ കൃപപാവികളാ ഞങ്ങളിലും വേലാ ഊറുശലേം വാതിൽ ഉള്ളിൽ നിൻ സിംഹാസനമണയണമേ പ്രാർത്ഥന മശിഹാ സ്തോത്രം. കർത്താവേ സ്തോത്രം, കർത്താവേ നിത്യ ശരണവുമേ സ്തോത്രം. ബാറക്കുമോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇനി നാം പീഡാനുഭവത്തിലേക്ക് ആഴ്ചയിലേക്ക് അടുത്തു വരികയാണല്ലോ. അതിലൂടെയാണല്ലോ സഞ്ചരിക്കുന്ന വലിയ നോമ്പ്. ഏകദേശം 40 ദിവസം കഴിഞ്ഞു. ഇനി നമുക്ക് വരുന്നത് പീഡാനുഭവം അവസാന കഴിഞ്ഞാൽ ഏവർക്കും അറിയാവുന്നതാണ്, അനുഭവിക്കുന്നവരും ആണ്. എന്നാൽ ഒരിക്കൽ കൂടെ കൃപാനവ ചാനലിലൂടെ ദൈവത്തിൻ്റെ മഹത്വപ്പെടുത്തുവാൻ, ദൈവനാമത്തെ പുകഴ്ത്തുവാൻ ദൈവം നമുക്ക് അവസരം തന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. 1 കൊരിന്ത്യർ 1-ാം തിരുവചനത്തിൽ പറയുന്നു, പ്രശംസിക്കുന്നവൻ കർത്താവിൽ പ്രശംസിക്കട്ടെ എന്ന്. കർത്താവിനെ ഒന്ന് പ്രശംസിക്കുവാനുള്ള കൊതിയും ആർത്തിയും കൊണ്ടാണ് ഇപ്രകാരം ഇന്ന് പങ്കുവയ്ക്കാനായിട്ട് നമുക്ക് ദൈവം തന്നിട്ടുള്ളത്. ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ, സ്നേഹിതരെ, ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന ഏവരുമായുള്ളവരെ, 1997 ദുഃഖവെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട രാജു മർക്കോസ് അച്ഛൻ അഥവാ എരുക്കഞ്ചിറ സെന്റ് മേരീസ് പള്ളി വികാരി ആയിരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ അന്ന് ഏവങ്കേലിയോൻ സ്ലീബ വന്ദനത്തിന് മുമ്പ് ഏവങ്കേലിയോൻ വായിക്കുമല്ലോ. ആ അവസാനത്തെ ഏവങ്കേലിയോൻ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ധ്യാനത്തിലൂടെ കാരുണ്യവാനായ കർത്താവിനെ പച്ചയായിട്ട് കാണാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. അത് പങ്കുവയ്ക്കുവാനാണ് നാം ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് ഈ കാലഘട്ടത്തിൽ നമുക്ക് ആവശ്യമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരിപ്പിക്കുന്നതുകൊണ്ട് മാത്രം. ഹല്ലേലൂയ. അതെ, കർത്താവായ യേശു ക്രിസ്തു ജീവിക്കുന്നവനായ ദൈവം ഇന്നും നമുക്ക് ആ ഒരു ഓർമ്മ കൂടെ പുതുക്കുവാൻ അവസരം തരുമ്പോൾ ആ സർവശക്തനായ കർത്താവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് ആഗതനാകുന്നു എന്ന് ഉറക്കെ പറയുവാനായിട്ട് ദൈവം നമ്മെ സഹായിക്കുകയാണ്. എന്നാൽ ഏവങ്കേലിയോൻ വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അഥവാ നമുക്കത് വിധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്രകാരം കാണാനായിട്ടിടയായി. തമ്പുരാൻ യേശുനാഥൻ തൻ്റെ കൈകൊണ്ട് പിച്ചിപ്പറിച്ച് പെറുക്കി നമുക്ക് തരികയാണ്. പെറുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഒരു താക്കോൽ കൂട്ട് കൈമാറുന്നത് കാണാനിടയായി. സർവശക്തനായ കർത്താവ് വീണ്ടും ക്രൂശിൽ പച്ചയായിട്ട് കിടക്കുന്നത് കാണാൻ ദൈവം ഭാഗ്യം തന്നു. ദൈവത്തിൻ്റെ വൻകൃപയാൽ ഹല്ലേലൂയ ഒന്ന് വാരിപ്പണരണമെന്ന് ആഗ്രഹിച്ചു. യേശുനാഥനെ 10,000ങ്ങളിൽ പരിശുദ്ധനായ ആ യേശുനാഥൻ്റെ സ്നേഹത്തെ തിരിച്ചറിയുവാനും രുചിച്ചു അറിയുവാനും ധ്യാനിക്കുവാനും അവിടുന്ന് ദൈവം അവസരം തന്നു. അതേ പീഡ അനുഭവ ആഴ്ച ആയതുകൊണ്ട് ഇപ്രകാരം പറയുന്നു. കാരണം നമുക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, സ്വർഗരാജ്യം നമുക്ക് താഴ്ത്തി തന്ന കർത്താവാണ്.
അതെ, നമ്മുടെ പ്രാർത്ഥനകൾ, അപേക്ഷകളും സ്തോത്രങ്ങളും ആ ഗീതത്തിലൂടെ ശ്രവിച്ചാൽ, ധ്യാനിച്ചാൽ കാണാം, കത്തുന്ന ഒരു ദീപമായിട്ട് നമ്മെ മെനയുന്ന കർത്താവ്. അതെ, നിന്റെ പ്രാർത്ഥന, അപേക്ഷ, സ്തോത്രം, ഞങ്ങളുടെ ശരണം ആരാണ്? ഓർശ്ലേമിന്റെ വാതിലുള്ളിൽ. ഹല്ലേലൂയ. കർത്താവിന്റെ സിംഹാസനത്തിലേക്ക് പ്രാർത്ഥനകളും അപേക്ഷകളും സ്തോത്രങ്ങളും യാഗങ്ങളും ഓർശ്ലേം വാതിൽക്കുള്ളിൽ സിംഹാസനം അണയണമേ പ്രാർത്ഥന എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലേക്ക് നാം വെമ്പൽ കൊള്ളുകയാണ്, ഓടിയെത്തുവാൻ. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ നാം ധ്യാനിച്ചാൽ ഇന്നും കാണാം. എന്തിനു വേണ്ടി? ചിതറിപ്പോയ ആടുകളെ ചേർക്കുവാൻ. അതെ, കാണാതെ പോയ ആടുകളെ കൂട്ടിച്ചേർക്കുവാൻ, എല്ലാ ഭിന്നതകളെയും മായ്ച്ച് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർക്കുവാൻ മാത്രമാണ് കർത്താവ് വന്നത്, ലോകത്തെ രക്ഷിപ്പാൻ. രക്ഷകനായ യേശു ക്രിസ്തു, അതെ, ഉയരത്തിൽ നിന്ന് വരുന്ന രക്ഷ ദാനമാണ്. ആ ദാനമായ ആ രക്ഷാവസ്ത്രം ധരിപ്പിക്കുവാൻ കാൽവറിയുടെ ഉന്നതങ്ങളിൽ അവൻ തൂങ്ങപ്പെട്ട ദിവസം നാം സ്മരിക്കുകയാണല്ലോ. ഒരിക്കൽ കൂടെ അത് പുതുക്കം വരുത്തിയാണ്. ഈ 2024 നമുക്കൊന്ന് ശ്രവിച്ചാൽ, അതെ, നമുക്ക് ധ്യാനിച്ച് മുന്നോട്ട് പോയാൽ ദൈവത്തിൻ്റെ കത്തുന്ന ദീപങ്ങളായി. പ്രവചനം 22:21 പറയുന്നില്ലേ, യഹോവ എൻ്റെ ദീപമാകുന്നു, യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. അതെ, നിന്നാൽ ഞാൻ പടക്കോട്ട് തന്നെ നേരെ പാഞ്ഞു ചെല്ലുമാറാകും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കും. ഒരു മതിൽ ചാടുവാനുണ്ട്. ഏത് വാതിലാണ്? ഹല്ലേലൂയ. ഇടുക്കുവാതിലൂടെ കടക്കുവാൻ പോരാടുവിൻ. ഈ പോർക്കളത്തിൽ വിരുദ് പ്രാപിക്കണമെങ്കിൽ, ശക്തി ലഭിക്കണമെങ്കിൽ, ആ നോമ്പ്, ഈ വലിയ നോമ്പിൻ്റെ അവസാനത്തിലേക്ക് നമ്മെ ചെന്നെത്തിയിരിക്കുമ്പോൾ, അതേ, ദൈവത്തിൻ്റെ വചനം ഇത് പറയുവാൻ പ്രേരിപ്പിച്ചിട്ട് മാത്രമാണ് ഇപ്രകാരം അവനെ സാക്ഷിക്കുവാൻ, അവനെ ഘോഷിക്കുവാൻ തക്കവണ്ണം ദൈവം നമുക്ക് വൻ കൃപ തന്നത്. ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്ന വചനം ദൈവത്തിൻ്റെ കൃപ കൊണ്ട് നിറച്ച് നമ്മളെ നയിക്കുകയാണ്. അതെ, ഹല്ലേലൂയ. പ്രവചനം 2-ാം അധ്യായം 2:6 മുതൽ നമുക്ക് നോക്കുമ്പോൾ കാണാം, മനുഷ്യപുത്ര, അവരെ പേടിക്കരുത്. ഹല്ലേലൂയ. മുള്ളും പറക്കാരും നിന്റെ അരികെ ഉണ്ടായിരുന്നാലും, തേളുടെ ഇടയിൽ നീ പാർത്താലും അവരുടെ വാക്ക് പേടിക്കരുത്. അവരുടെ നോട്ടം കണ്ട് ഭ്രമിക്കുകയും വരുത്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും നീ എൻ്റെ വചനങ്ങളെ അവരോട് പ്രസ്താവിക്കുക. അവർ മഹാമത്സരികളല്ലോ. നീയോ മനുഷ്യപുത്ര, ഞാൻ നിന്നോട് സംസാരിക്കുന്ന ഇത് കേൾക്ക. നീ ആ മത്സരഗ്രഹം പോലെ മത്സരക്കാരനായിരിക്കരുത്. ഞാൻ നിനക്ക് തരുന്നത് വായി തുറന്ന് തിന്നുക. ഈ തിരുവചനമാണ് ഇന്ന് നമ്മെ പ്രേരിപ്പിച്ച് ഇപ്രകാരം ഈ സാക്ഷ്യം പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത്, പ്രാർത്ഥിച്ചത്. കാരണം 1997 ഇപ്രകാരം കണ്ടുവെങ്കിൽ 98 ഒരു സാക്ഷ്യം എനിക്ക് എൻ്റെ കർത്താവിനെ കുറിച്ച് പറയണമെന്ന് ആലോചിച്ച് ചോദിച്ചു. എന്നാൽ അന്ന് അതിനും അവസരം തന്നില്ല. ഹല്ലേലൂയ. ആരുടെയും കുറ്റമല്ല ഇത്. ശത്രുവാകുന്ന സാത്താൻ എല്ലാം അതേ തടുത്തുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത് ഇന്ന് പറയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ തന്നതുകൊണ്ട് മാത്രമാണ്. സർവശക്തനായ കർത്താവിൻ്റെ ആ ക്രൂശിത രൂപം നമ്മുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി വരും, നമുക്ക് കാണാൻ ഭാഗ്യം തരും. എല്ലാ നന്മ കൊണ്ട് നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഒന്ന് വാരിപ്പുണരുവാൻ എൻ്റെ ജീവിതത്തിൽ അന്ന് എനിക്ക് സാധിച്ചു. നന്മകൾ കൊണ്ട് നിറച്ച കർത്താവ് ഈ കൃപാനൗക ചാനലിലൂടെ എൻ്റെ സാക്ഷ്യത്തെ പങ്കുവയ്ക്കുകയാണ്. എണ്ണിയാൽ തീരാതെ വണ്ണം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചിട്ടുണ്ട്. ആയതിനാൽ ഈ 2024 സ്നേഹത്തിൻ്റെ, ഐശ്വര്യത്തിൻ്റെ, ഒത്തൊരുമയുടെയും ആത്മാവ് ഏവരിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പെയ്തിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ.